ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഒരു ടെക്സ്മാക്സ് എന്നുള്ള കമ്പനിയുടെ ഒരു ഓപ്പൺ ബെൽ സബ്മെർസിബിൾ സെറ്റ് ചെയ്യാൻ വന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ചാനൽ വീണ്ടും വീഡിയോ ഒക്കെ ആയിട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടോ ഇന്നത്തെ വീഡിയോ. നമ്മുടെ ടെക്സ്മോ കമ്പനിയുടെ സെയിം മോഡലാട്ടോ ഇത്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ കൂട്ടത്തിലൊരു 10 മീറ്റർ വയറും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയൊരു പാനൽ ബോർഡും. നമുക്ക് 2 വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ളൊരു പമ്പാട്ടോ. നമുക്ക് ടെക്സ്മോയ്ക്കൊന്നും അത്രയും വാറണ്ടി തരുന്നില്ല, 1 വർഷം കണ്ട വാറണ്ടി തരുന്നുള്ളവർ. ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യാൻ തുടങ്ങും കേട്ടോ. എൻ്റെ പൈപ്പ് എന്തായാലും ചൂടാക്കി സെറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ ഇന്ന് കസ്റ്റമർ നമ്മൾ വിളിച്ചിട്ട് നമ്മളിവിടെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുളത്തിൻ്റെ അവസ്ഥ ഇതാണ്. കഴിഞ്ഞ മഴ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ ഒരു തോട്ടത്തിലാണ്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞപ്പം മണ്ണെല്ലാം വന്ന് കുളത്തിൽ വീണ് മൊത്തം സീനായി കിടക്കും. അപ്പം നമ്മളെന്തായാലും പമ്പ് സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെന്തായാലും ഇറക്കുന്നൊന്നുമില്ല, അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഇറക്കാം. അപ്പോൾ നമ്മളിന്ന് പമ്പ് മാത്രം ഒന്ന് സെറ്റ് ചെയ്തിട്ട്, ഭയങ്കര മഴയാണ്, ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് നോക്കിയിട്ട് എല്ലാം ഒക്കെ നമ്മൾ പിന്നെ കിണറൊക്കെ എല്ലാം റെഡി ആക്കിയിട്ടാണ് നമ്മൾ ഇറക്കുള്ളൂ. ഇപ്പം നമ്മൾ പമ്പറൊക്കെ കഴിഞ്ഞാൽ പമ്പെല്ലാം അടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്യുകയാണ്. നല്ല മഴയുണ്ട്, പൈപ്പ് ചൂടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ എല്ലാം ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. ആദ്യത്തെ ചാനൽ നമുക്ക് പോയി, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയാണ്. അപ്പോൾ അത്യാവശ്യം സബ്സ്ക്രൈബറൊക്കെ ആവുന്നേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ നമ്മളെ അറിയിക്കുക. എന്ത് കമൻ്റായാലും നമ്മളെ അറിയിക്കുക. അതുപോലെ നല്ല നല്ല ഇതുപോലത്തെ വീഡിയോകളും ട്രാവലിംഗ് വീഡിയോകളൊക്കെ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് കണ്ട് നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇത് ഇറക്കാനുള്ളൊരു കയറെല്ലാം കെട്ടിയിട്ടുണ്ട്. കാരണം വലിയ കയർ ഇറക്കാൻ പാകത്തിനുള്ളൊരു ഹോളൊന്നും കമ്പനി തരുന്നില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹോസ് ഹോൾഡറിൽ ആ ഒരു കയറ് കെട്ടാവുന്ന ഒരു ഹുക്കൊക്കെ ഉള്ള ടൈപ്പ് വാങ്ങണം. നമ്മളങ്ങനെ പറഞ്ഞായിരുന്നു, അത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കയറ് അതിനകത്തൊന്നും വലിയ കയറ് അതിനകത്തൊക്കെ ഒന്ന് കെട്ടിയിട്ട് വേണം സെറ്റാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വെള്ളമെല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ മോട്ടർ ഇറക്കി നമുക്ക് അടിച്ച് നോക്കാം. ഓക്കെ, താങ്ക് യു.